ലീഗിനെ ഒറ്റക്കെട്ടായി നിർത്താനും ലീഗിൻ്റെ അടുത്ത് അപസ്വരങ്ങളില്ലാതിരിക്കാനും ഈ പറഞ്ഞ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തുമായി ലീഗുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കി തീർത്ത പോലെ ഒരു പ്രതീതി ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാനും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ അതിന് സ്വാധീനിച്ചു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്താൻ, വീടുകൾ കയറി ഇറങ്ങുന്ന രീതിയിലേക്കുള്ള ക്യാമ്പയിൻ നടത്താൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞുള്ളതാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ AP അനിൽകുമാറിൻ്റെ ആയാലും ഈ പറഞ്ഞ ജയന്തിൻ്റെ ആയാലും VG ജോയിൻ്റെ ആയാലും പ്രതിപക്ഷ നേതാവിൻ്റെ ആയാലും ഉള്ള പ്രകടനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈ പറഞ്ഞ 4 നേതാക്കന്മാരും പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാം. പിന്നെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ഈ പറയുന്ന ആരാണ് KC വേണുഗോപാലായാലും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയായാലും ആ നേതാക്കന്മാർ വലിയ രീതിയിൽ അവിടെ പ്രവർത്തിച്ചു. ആർക്കും അവിടെ ഒരു അസ്വരസ്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ കാര്യത്തിനകത്ത് ഭരണപക്ഷം പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വോട്ടുകൾ പിന്നിക്കുന്ന സാഹചര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അവിടെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 76,000 വോട്ടുണ്ടല്ലോ, പിന്നെ നമ്മുടെ VV പ്രകാശിന് കിട്ടിയ 76,000 വോട്ട്, അതിൽ നിന്ന് കൂടാനാണ് സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻറ്റി ഇൻക്യുംബൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ ആൻറ്റി ഇൻക്യുംബൻസി ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവറിൻ്റെ വോട്ട് ഷെയർ കൂടുകയും കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കുറയാൻ സാധ്യതയുണ്ട്. കാരണം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പില്ല.